ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീട്ടിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എക്സാം സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു രാവിലെ ഒരു 8-ന് ശേഷം എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല സൺ കിസ്ഡ് ആയിട്ടുള്ള നല്ല വ്യൂ ആണ്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നു, ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു സീനറി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ ഒരു ഏകദേശം മെയിൻ മൊളാലിറ്റി അങ്ങനത്തെ കോൺസെൻട്രേഷൻ ടേംസ് വരെയുള്ള കാര്യങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പഠിക്കായിരുന്നപ്പം കുറച്ച് മാത്രം പോർഷൻസ് സൊല്യൂഷൻ ചാപ്റ്ററിലത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പോൾ എങ്ങനെയാണ് സംഭവിക്കാറ്, വീഡിയോ ക്ലാസ്സൊക്കെ ആകുമ്പം കുറച്ച് കാണും, പിന്നെ മടി വരും. അപ്പോൾ ഏതായാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്നുകൂടെ എന്താ പറയുക ഒരു എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഉഴുന്ന് ദോശ ആയിരുന്നു. അപ്പം അതും എന്താ പറയുക ചട്നി ഉണ്ട്, സാമ്പാർ. അപ്പോൾ അങ്ങനെ എല്ലാം ആവശ്യത്തിന് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമായിരുന്നു പിന്നെ സൊല്യൂഷൻസിൻ്റെ ചാപ്റ്റർ ബാക്കി കാണാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് കുറച്ച് മുന്നേ എടുത്തായിരുന്നു. പക്ഷേ നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ എടുക്കുമ്പോൾ തന്നെ ഇപ്പം ആ ഒരു ചാപ്റ്റർ കുറച്ച് ഹെവിയാന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഒരു ഇച്ചിരി മടിയായിട്ടിരിക്കുക. അപ്പം എനിക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെയായിരുന്നു, കാരണം അതിൽ കുറേ എന്താ പറയുക എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി തോന്നുന്ന പോർഷൻസ് റാവൽസിലോ ഹെൻറീസിലോ അങ്ങനത്തെ അവിടുത്തെ കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ എടുത്ത് വെച്ച് പെൻഡിങ് ആക്കിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഏതായാലും ഇനി ഇരുന്ന് കംപ്ലീറ്റ് ആക്കണം, കാരണം ഇതിന് എപ്പോഴും നല്ല എന്താ പറയുക 2-3 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ മാർക്ക് കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പിന്നെ ബാക്കി ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ എന്താ പറയുക മെയിൻ കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടും അതിൻ്റെ കൂടെ ആ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 14th ഏപ്രിലാണ്. അപ്പം വീഡിയോ പോസ്റ്റായിട്ട് അതായത് യൂട്യൂബിനുള്ളിൽ വരുന്നുണ്ടാവുക 15th ഏപ്രിലായിരിക്കും. അപ്പോൾ ഇനി എന്താ പറയുക എനിക്ക് കീം എക്സാം 20-ാം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. അപ്പം ഇനി എനിക്ക് സത്യം പറഞ്ഞൊരു 5 ഡേയ്സൊക്കെ ബാക്കിയുള്ളൂ. അപ്പം കുറച്ചുകൂടെ ഒരു മെയിൻ ചാപ്റ്റേഴ്സ് 2-3 മെയിൻ ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലും ഫിസിക്സിലായിട്ട് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 15-ഉം 16-ഉം കൂടെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പറ്റുന്ന പോലെ ആ ഒരു പെൻഡിങ്ങുള്ള മെയിൻ ചാപ്റ്റേഴ്സിന് അപ്പോൾ അതൊന്ന് മെയിൻ ഇക്വേഷൻസൊക്കെ മാത്രം നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പിന്നെ ഒരു എന്താ പറയുക 17, 18, 19 ആ 3 ദിവസത്തിൽ സൈലത്തിൽ തന്നെ എന്താ പറയുക പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണുന്നുണ്ട്, കാരണം അതിൽ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം. അപ്പം ഒറ്റയ്ക്ക് നമുക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഇതേപോലെ നമ്മളിപ്പോൾ +1-ലും +2-ലൊക്കെ എക്സാമിന് തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് കണ്ടിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാറല്ലോ. അപ്പം ഞാൻ ഏതായാലും വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് 17th എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 18th 19th ഫുൾ കംപ്ലീറ്റ് റിവിഷൻ ഇക്വേഷൻസൊക്കെ ഫുൾ മെമ്മറൈസ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് അതൊക്കെ നോക്കി ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ രാവിലെ ഫസ്റ്റ് സൊല്യൂഷൻ്റെ ബാക്കി ചാപ്റ്റർ പോർഷൻസൊക്കെ പഠിച്ചതിന് ശേഷം നോട്ട്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ അടുത്ത ചാപ്റ്റർക്ക് വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രി ചാപ്റ്ററിന് വീടിനെ പഠിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്ന കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ അതും നല്ല വെയിറ്റേജുള്ള എപ്പോഴും ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവുന്ന ഒരു ചാപ്റ്റർ. മെയിൻ ഇതും എനിക്ക് സിമിലർ ആയിട്ടുള്ളൊരു ഇതാണ് സൊല്യൂഷൻ പോലെ തന്നെ, കാരണം കുറേ അത്യാവശ്യം ഇക്വേഷൻസ് ഉണ്ട്, പിന്നെ പഠിക്കാൻ ഒരു മടി എന്നുള്ളൊരു ചാപ്റ്ററാണ് ഇത്. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് ഹൈ സ്കോറിംഗ് ഉള്ളൊരു എന്താ പറയുക ചാപ്റ്റർ കൂടെ ആയതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ ഇരുന്ന് ആകെ 2 ദിവസം കൂടി ഞാൻ പഠിക്കാൻ വേണ്ടി കൊടുക്കുള്ളൂ ഒരു ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് സൊല്യൂഷൻസും കെമിക്കൽ കൈനറ്റിക്സും രാവിലെ മുതലൊരു ഉച്ചവരെയുള്ള സെഷനിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ വരുന്ന 2 മണിക്കൂറിൻ്റെ ക്ലാസ്സസ്സാണ്. അപ്പം ഫസ്റ്റ് ഇരിക്കുമ്പോൾ എന്തായാലും മടിയായിരിക്കും. നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ക്ലാസ് കാണുമ്പം ഇങ്ങനെ നമ്മൾ പോസ് ചെയ്ത് നോക്കുമ്പം ഇത്രയും ടൈമിങ് ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ മടിയായിട്ട് പിന്നെ അങ്ങനെ എഴുതി വന്ന് മെയിൻ ഇക്വേഷൻ ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു. അപ്പം നമ്മളതിനെ കൂടെ ചെയ്യുന്നു, ആൻസേഴ്സ് കിട്ടുന്നു. അപ്പോൾ പിന്നെ വീണ്ടും പിന്നെ ആ ഒരു എന്താ പറയുക അങ്ങനെ ആ ഒരു ലൂപ്പിലങ്ങനെ കടന്നു പോയിക്കോളും. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിലെയും മെയിൻ ഇക്വേഷൻസും പിന്നെ അതിൽ കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഗ്രാഫ് ഇക്വേഷൻസ് അങ്ങനെ മെയിൻ വരുന്ന എല്ലാ കാര്യങ്ങളും ക്ലാസ് വെച്ച് കണ്ടിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്താ പറയുക കൈനറ്റിക്സിൻ്റെ ക്ലാസ് ഞാൻ ഒറ്റയിരുത്തത്തിന് കംപ്ലീറ്റ് ആക്കിയത്, കാരണം രാവിലെ സൊല്യൂഷൻ്റെ ഒക്കെ ക്ലാസ് കണ്ടപ്പം ആദ്യം ബ്രേക്ക് എടുത്ത് പിന്നെ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ കണ്ടു അങ്ങനെയായിരുന്നു.
അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു മീൻസ് ഒറ്റയിരുത്തൽ ഇനിയിപ്പോൾ ലേറ്റ് ആയാലും ശരി ഇരുന്ന് കാണും. കാരണം പിന്നെ നമ്മൾ വേറെ സംഭവമുണ്ട്, വീഡിയോ ക്ലാസ് ആകുമ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പോസ്റ്റൊക്കെ ചെയ്ത് നോട്ട്സ് എഴുതുമ്പം ഇതിപ്പോൾ 2 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ ചിലപ്പം 2.5 അല്ലെങ്കിൽ 2.25 മണിക്കൂർ ടോട്ടൽ ഇപ്പം ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടിരിക്കും. പക്ഷേ ഇത് ഞാൻ കറക്റ്റ് ഏകദേശം ഒരു 2 മണിക്കൂർ 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കണ്ടെടുത്ത് നോട്ട്സൊക്കെ എഴുതി അങ്ങനെ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളൊരു ഇതിലുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിരുന്നപ്പം ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഒരു ചെറിയൊരു മടി ഇടയ്ക്ക് തോന്നുന്നൊരു ഇതാണ്. അപ്പം പിന്നെ ചെയ്യാതെ അങ്ങനെ ഇരിക്കും. അപ്പം ഇതിനിടയിൽ ഒന്ന് എണീച്ച് പോകും, പിന്നെ ഗ്ലാസ്സിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കൂട്ടുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന ലാസ്റ്റ് ഇയർത്തൊക്കെ ഫാർമസി പേപ്പറൊക്കെ നോക്കിയപ്പം നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സും പിന്നെ 45 കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേൺ തന്നെ ഇരുന്നു കുറേ കാലം കീമിനെ കുറിച്ച് അറിയുന്നത് മുതൽ ഇങ്ങനെ തന്നെയാണ് ഈ വർഷം സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെയാണ് എന്താ പറയുക ലാസ്റ്റ് വെച്ചിട്ടപ്പോൾ അറിയുന്നത് ഇപ്പം നേരെ ഇപ്രാവശ്യം എന്താ പറയുക ക്വസ്റ്റ്യൻസിലെ എണ്ണം അങ്ങോട്ടും തീരുന്നല്ലോ. അപ്പം 45 ഫിസിക്സും 30 കെമിസ്ട്രി. അപ്പം കെമിസ്ട്രിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 20 സംതിങ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം അതിനൊക്കെ എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പം കെമിക്കൽ കൈനറ്റിക്സും സൊല്യൂഷനൊക്കെ മീൻസ് കുറച്ചുകൂടെ 2 ക്വസ്റ്റ്യനെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റർ അല്ല. അപ്പം അത് ഇന്ന് ഏതായാലും ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചോറിൻ്റെ കൂടെ സാമ്പാർ, തൈര്, അച്ചാർ, പുളിഞ്ചി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം ഫുഡ് കഴിച്ചേക്കിനെ ക്ലാസ് കാണാൻ ചെറിയൊരു മടിയായിരുന്നു. അങ്ങനെ അടുത്ത ക്ലാസ് കാണാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് അതായത് ഈ ഒരു ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇലക്ട്രിക് ചാർജസിൻ്റെ ചാപ്റ്റർ ഉണ്ട്, അതും അതുപോലെ കപ്പാസിറ്റൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ആ 2 ചാപ്റ്ററും കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എന്താ പറയുക ഈ ഒരു ബാച്ചിൽ NKEAM 2.0 ബാച്ചിൽ അവർ ഫസ്റ്റ് ഡേ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ അന്നെടുത്തിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ ജോയിൻ ചെയ്തത് ആ ക്ലാസ് 2-3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതൽ പെൻഡിങ് ആയൊരു വീഡിയോ ക്ലാസ്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഫിസിക്സിൻ്റെ മെയിൻ 2 ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നീണ്ട ലിസ്റ്റായിട്ടൊരു പെൻഡിങ് ആയിട്ട് ഇപ്പം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അതൊരു പെൻഡിങ് ക്ലാസ് കണ്ടിട്ട് ഇപ്പം നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഏരിയയൊക്കെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിൽ എന്താ പറയുക നമുക്ക് ഓരോ ക്ലാസ് കഴിഞ്ഞാൽ അന്നേ ദിവസം അതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ട് ഒരു മോഡ്യൂൾ എക്സാം ഉണ്ടാവുമായിരുന്നു. ഫാർമസിക്കാർക്കൊരു 15 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ, ആൻഡ് മറ്റൊരു എഞ്ചിനീയർ ടീംസിന് ഒരു 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പം എന്താ പറയുക ഇപ്പം ഇങ്ങനെ ഡിലേ ആയിട്ടുള്ള പോർഷൻസ് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ വരുമ്പം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ആ മോഡ്യൂൾ എക്സാം എഴുതിയിട്ട് അതായത് ആ ഒരു എക്സാമിൽ ഈ ഒരു പോർഷനുമായി റെഫർ ചെയ്ത് വരുന്ന ഭാഗം ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈവനിങ്ങിൽ എന്താ പറയുക ഫുൾ ടോപ്പിക്ക് വരുന്ന പ്രീ കീം മോക്ക് എക്സാം ഉണ്ടാവില്ല, അപ്പം അത് എഴുതാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ഒരു ഏരിയാസും പഠിച്ച് കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ എക്സാമൊക്കെ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഏരിയത്തെ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ആക്കിയിട്ടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ചെയ്തതിൽ തന്നെ നെഗറ്റീവ് മാർക്ക് വരാറുണ്ട്. പിന്നെ രാത്രിയിൽ മുന്നേ ഇതുവരെ പഠിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് ഒരു 2-3 ചാപ്റ്റേഴ്സൊക്കെ റിവിഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുക എല്ലാവർക്കും നമുക്ക് കിട്ടിയുള്ള കീം എക്സാമൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. കാരണം മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം പറ്റുന്നിടത്തോളം എല്ലാവരും എന്താ പറയുക മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സിലെയും മെയിൻ ഇക്വേഷനൊക്കെ നോക്കി പോവുക. അപ്പം നെഗറ്റീവ് മാർക്ക് വരാതെ മീൻസ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാർക്സിനോട് ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇനി ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.